എന്താ KKPP അണികളെ നിങ്ങളെ സ്വന്തം സ്ഥാനാർത്ഥി പോലും നിർണയിച്ചിട്ടല്ല ഇതുവരെ. നിങ്ങളെ പാർട്ടിക്കാരെ എപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് തമ്മു തല്ലി ഒരു നല്ല സ്ഥാനാർത്ഥി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാ? ഏതും കൊടുത്തിട്ടുണ്ടാ പറഞ്ഞേ? നമുക്ക് തമ്മത്തല്ലെങ്കിലും ഉണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യം സുഖതനാണല്ലോ. സുഖത്തേട്ടൻ എന്ത് കുറവായില്ലേ? സുഖത്തേട്ടൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ലേ? മരിക്കുന്നവരെ സുഖേട്ടനായിരിക്കും. മരിച്ചു ജീവിക്കാൻ നീ ഒരു തോന്നിയാസൊന്നും പറയണ്ട. സുഖേട്ടൻ എന്റെ ചങ്കാണ്, എന്റെ ഹൃദയമാണ്. ഓർക്കോടി ഞാൻ രക്തസാക്ഷ്യം. അറിയോ നിങ്ങൾക്ക്? എടാ നിങ്ങളൊരു കാര്യം അറിഞ്ഞാ നിങ്ങൾ ഇവിടെ വെറുതെ ഇരുന്നാ പറ. ഒരു സംഭവം ഉണ്ട്. എന്താണ്? ഈ ജയിച്ച എംപിമാര് വീണ്ടും മത്സരിക്കുന്നുണ്ടല്ലോ. അവര് ജയിക്കോ തോക്കോ എന്നറിയാൻ വേണ്ടി ഫിഷ് ടിവിക്കാർ, മീൻ്റെ ടിവിക്കാർ വരുന്നുണ്ട്. സർവേ അത് നടക്കുന്നുണ്ട്. അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് നാളെ അറിയും. അല്ല അറിയാനൊന്നുമില്ല. സൂതാട്ടൻ ജയിക്കുന്നതിന്റെ കാര്യം നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യം. അവർ എന്തടിസ്ഥാനത്തിലാ മൂപ്പര് ജയിക്കുന്ന പറയുന്നത്? അതെ, കുന്തടിസ്ഥാനത്തിൽ. അല്ല വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എത്ര വോട്ടർമാരുണ്ട്? ഇവിടെ ഒരുപാട് വോട്ടർമാരുണ്ട്. എനിക്ക് സൂതാട്ടിനെ ഓടിക്കണം. അവരോടൊക്കെ വീട്ടിൽ പോയിട്ട് ഇവരൊന്നും ചോദിക്കുന്നുണ്ടോ? ആർക്കാ വോട്ട് ചെയ്യുന്ന ആർക്കും? നിങ്ങളോട് ചോദിച്ചാ? എന്നോട് ചോദിക്കണം. സൂതാട്ടൻ ചോദിച്ചില്ല. എന്നോടും ചോദിച്ചിട്ടില്ല. ഒരു 100-200 ആൾക്കാരോട് അവർ ചോദിക്കും. എന്നിട്ട് ആ അടിസ്ഥാനത്തിൽ അവർ പറയും ഇയാള് ജയിക്കും, ഇയാള് തോക്കും. അതും പോട്ടെ, ഈ 100 പേരോട് ചോദിച്ചില്ലേ? ഈ ചോദിച്ച 100 പേര് ഇയാൾക്ക് ഈ സുഗതൻ എന്നെ വോട്ട് ചെയ്യുന്നുണ്ട് ഉറപ്പ്? അല്ല നമുക്കൊരു ഉറപ്പുണ്ടല്ലോ. എന്തുറപ്പ്? അത് വെച്ചാല് സൂതോട്ടന്റെ ഒരു ഉറപ്പും എന്റെ ഉറപ്പും നമ്മളാണികളുടെ ഉറപ്പും എന്റെ ഒരു ഉറപ്പായിട്ട് പോകും. ഉറപ്പില്ല. ഇവിടെ അതൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ടേ? അത് ഒരു കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, സൂതോട്ടൻ എത്ര കാലമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നു? എത്ര കാലം? അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതോടെ തീർന്ന് തോറ്റ്. എനിക്ക് എന്തെങ്കിലും തടി കുറക്കുന്നു അങ്ങനെ പറയുമ്പോ എനിക്ക് വേറെ എന്നെ കുത്തിക്കോ കത്തി എടുത്തിട്ട് എന്റെ വീട്ടുകാരെ പറഞ്ഞു, എന്റെ അച്ഛനെ പറഞ്ഞു, എന്റെ അമ്മനെ പറഞ്ഞു, എന്റെ ഏട്ടനെ പറഞ്ഞു, എന്റെ സഹോദരിമാരെ മൊത്തം പറഞ്ഞു. പ്രശ്നമില്ല. എന്റെ സുഗതേട്ടനെ പറഞ്ഞാല് മുദ്രാവാക്യം വിളിച്ചോട്ടെ. ഇങ്ങനത്തെ അണികളുണ്ടല്ലോ കുറെ എണ്ണം വിളിക്കാൻ. നമ്മള് നല്ല സ്ട്രോങ്ങാ. നമ്മൾ പൊളിറ്റിക്സിന് വെള്ളം ചേർക്കല്ലേ. നമ്മൾ പൊളിറ്റിക്സ് മാറ്റി വെക്കാം. സ്നേഹം അത് ഇന്നും ഉണ്ടായാൽ മതി. ഈ നാട്ടിൽ വേണ്ടത് സ്നേഹമാണ്. പൊളിറ്റിക്സ് പറയാം. ചെറിയ സാധനം മേടിച്ച് കഴിച്ചാണ് തൊണ്ട ഇങ്ങനെ ഒരു സുഖം കിട്ടുന്നില്ല. 2 ദിവസമായി കഴിക്കാം. നിങ്ങളെ നേതാവിന് ഡൽഹിയിൽ നിന്ന് പൈസ ഒന്നും വന്നില്ലേ? ഫണ്ട് ഇറക്കില്ലേ? ഫണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണത്രല്ലേ. ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ചോദിക്കൂല്ലോ. അത് നമ്മളെല്ലാം മുന്നിട്ട് വെക്കുന്നത് കിട്ടുമല്ലോ. ഇപ്പൊ 10 പൈസയിലാണ് ഒരു സാധനം മേടിച്ച് ഷെയർ ആക്കി. നിങ്ങൾ രണ്ടാളും മേടിച്ച് ഷെയർ ആക്കിയിട്ട് എനിക്ക് കൂടെ തന്നെ ഞാൻ ഉണ്ടാവുമ്പോ ഞാൻ പൈസ തരും. നിങ്ങളെ പാർട്ടിക്കാരോട് ചോദിക്കും. മോനെ മദ്യപാനത്തിൽ പൊളിറ്റിക്സ് ഇല്ല. സാറില്ല, ഇനി ഉണ്ടായിക്കോളൂ. വേണ്ട. കിട്ടുമോ നിങ്ങൾക്ക് ചെറിയ സാധനം? ഒന്നുമില്ല. നേരെ നേതാവിന് ചെന്നോ തരും. ജയ് വിളിച്ചോ? ഞാൻ വിളിക്കും. ഓരോരുത്തന്റെ ശിവാരിച്ചു വേണ്ട, ഓരോ മണ്ണാക്കട്ടെ ശിവാരിച്ചു വേണ്ട. എവിടെ അങ്ങനെ വിളിക്കാനെങ്കിലും 4 ആളുണ്ട്. നമ്മക്കാരാണ്. നീ വിളിക്കോ? എനിക്ക് ഇരുന്നോ? അതിനെ കുറച്ച് കൂടുതലാ. നിങ്ങൾക്ക് ഷുഗർ ഇല്ലേ? എന്നിട്ട് വയറ്റുകോളി 2 ഗ്ലാസും കൂടി. ഇന്നിപ്പോ അത് പറഞ്ഞാൽ മോശമല്ലേ? അല്ല, ഈ സുഗതേട്ടൻ്റെ മോനെ റൂമിൻ്റെ അകത്ത് പൂട്ടിയിട്ടെന്നല്ലേ കേൾക്കണേ? പൂട്ടിയിട്ട് എന്നിട്ട് ഓനെ കാണില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ശ്വാസം കിട്ടാണ്ടായോ? 2-3 ദിവസമായിട്ടായി. എത്ര? 2-3 ദിവസമായിട്ടായി. വരുന്നുണ്ട്. അതാ എക്കോറിയത്തിലിട്ട മീമായി ഇങ്ങനെ വരുന്നുണ്ട്. തുറക്കാൻ പറയാ അച്ഛനോട്. എന്നാ അച്ഛൻ പൂട്ടിയല്ലേ? എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് തുറന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താവണം അല്ലേ? ഇല്ല, ഇതിന്റെ അകത്ത് വെട്ടൂല്ല വെളിച്ചൂല്ല. എൻ്റെ മോനെ, എൻ്റെ അച്ഛൻ്റെ കാര്യം എനിക്കറിയില്ലേ? ഈ മാണ്ടാത്ത ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടല്ലേ ഇപ്പൊ അകത്തായത്? ഈ ഫോൺ മേടിച്ചു വെച്ചേക്കല്ലേ? ഫോണും ഇല്ല, ഫോണും മേടിച്ചു വെച്ചേക്കാണ്. ഫോണ് മേടിച്ചു കണ്ടക്കുവോ? അമ്മാര് അറിയാൻ പുറപ്പല്ലേ ഈ ഫോൺ വിചാരിച്ചിട്ടുണ്ട് സ്വന്തം അച്ഛന്റെ പേരിൽ ഇങ്ങനെ തോന്നിയ മാതിരി കണ്ടവർക്ക് ഷെയർ ചെയ്യുക, ഒരു എന്നിട്ട് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. മോശമല്ലേ? സ്വന്തം അച്ഛനല്ലേ? ഞാൻ അനുഭവിച്ചു. ഇനി മേലെ ഉണ്ടാവൂല്ലോ, ഒന്ന് അവസാനം നായി കൂട്ടി കുടുങ്ങിയ ആയില്ലേ? ഞാൻ അച്ഛന് വേണ്ടി വർക്ക് ചെയ്തോളാം, ഒന്ന് പറയ് തുറന്നു വിടാൻ. അച്ഛൻ വിശ്വസിക്ക്. നിങ്ങൾ തന്നിരമ്മ. എങ്ങനെ അങ്ങനെ കഴിക്കാം? ഒന്ന് ഇതിലോട്ടിട്ടോ. അവിടെ പോയിരുന്ന് തിന്നോളാം. എനിക്ക് ഇവിടെ നിന്ന് വായിൽ വെക്കാൻ പറ്റും. ഞാൻ തത്തമ്മേ ഭക്ഷണമൊക്കെ ഇല്ല കൊടുക്കലില്ലേ? വലിയൊരു കുടുംബം ചെക്കന് തിന്നാൻ കിട്ടാത്ത അവസ്ഥയായി. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, സങ്കടം കൊണ്ട് പറയാണ്. ഒറ്റ മോനല്ലേ ഉള്ളൂ. ഓന്റെ ഒരു അവസ്ഥ കണ്ടിട്ടേ. മോൻ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട. മോന്റെ അച്ഛന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കേട്ടാ. അമ്മ എന്നെ തുറന്നു വിട്ട് ഞാൻ അച്ഛന് വേണ്ടി വർക്ക് ചെയ്തോളാം. ഒരലമ്പും പറയൂല. വേണ്ട, നീയേ ചെറിയ കുട്ടിയാണ്. നിന്നെ പറഞ്ഞ് തിരിച്ചു വിടാൻ ഒരുപാട് ആൾക്കാർ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ഫോണൊന്നും തരുമോ? ഫോണും വേണ്ട. ഫോണ് കൊടുത്താൽ തുടങ്ങുമ്പോ പിന്നെ ഷെയർ ചെയ്യേ. അല്ല, വണ്ടി കൊടുത്തേ ചോറ് ഇങ്ങനെ തന്നെയാ കൊടുക്കല്? ഇങ്ങനെ തന്നെയാണ്. എന്തൊരു കഷ്ടാണ് റബ്ബേ.
എന്തൊരു കുഴപ്പമില്ല, സുഖദേട്ടന് MP ആവാൻ വേണ്ടിട്ടല്ലേ. അതെ അത് നേരെ. അതെ നാളെ ഒരു 11 മണിക്ക് നമ്മുടെ കൊച്ചു ബേബിയുടെ മോൻ പഠിക്കുന്ന കോളേജില്ലേ അവിടെ പിള്ളേരെ കാണാൻ പോവാ. ആ ശരി ഞാൻ രാവിലെ വിളിക്കാം, ഇറങ്ങുമ്പോ വിളിക്കാം കേട്ടാ. എന്താ ഇതോ പറയണു? അല്ല ഓന് മൊബൈലൊന്നും കൊടുക്കുവോ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് വിടുമോന്നൊക്കെ ചോദിക്കേനി. ഇലക്ഷൻ കഴിയട്ടെ. സീനിയർ നേതാക്കന്മാരുടെ ഇതുപോലെ വെളുവും വെള്ളിയാഴ്ചയില്ലാത്ത മക്കളേനെ രാഷ്ട്രീയത്തിൽ നല്ല പദവികൾ തരാം, പിന്നെ ഇലക്ഷനെ നിർത്താന്നൊക്കെ പറഞ്ഞിട്ട് ചാക്കിട്ട് പിടിക്കാൻ കുറെ പാർട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ. ഇത് ഏത് കണത്തപ്പെട്ടാന്ന് അറിയില്ലോ. പുറത്തോടണ്ട. ഒന്ന് പുറത്ത് വിടാച്ചാ. ഫോണെങ്കിലും ഒന്ന് തരാൻ പറ. പോണാ നിനക്ക് മോന് മിണ്ടാതെ നിക്ക്. ഉരുട്ടി കൊടുക്കണേ, തന്ന് നന്നാവട്ടെ. വാർത്തകാര്യം പറയണ്ടേ? സുധേട്ടാ, ആ ഫിഷ് ടിവിയിലെ പ്രീപോൾ സർവേ സമയമായില്ലേ? അയ്യോ സമയാലോ. സമയോ മതിയാ? തിന്ന് തീർക്കട്ടെ ഇത്. അപ്പൊ കുത്തിക്കയറ്റണം. അമ്മ അത് കാണട്ടെ. അല്ല അത് കാണും, ഓനെ പിന്നെ തിന്നാൻ കൊടുക്കാൻ ഇതൊന്ന് കാണട്ടെ. ഏത് ടി വിയാണ്? ഫിഷ് ടിവി. സുഖദേട്ടൻ ഞാനും കൂടി. ഇതല്ലേ? ഇത്തിരി സൗണ്ട് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യേ ഇവര് പ്രവചിച്ചത് കറക്റ്റായിരുന്നു. ഓർമ്മണ്ടല്ലോ. പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇലക്ഷന് മുന്നോടിയായി നമ്മുടെ ഫിഷ് ടിവി സംഘടിപ്പിച്ചിട്ടുള്ള പ്രീപോൾ സർവേയുടെ റിസൾട്ട് ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ്. പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇലക്ഷന് മുന്നോടിയായി നമ്മുടെ ഫിഷ് ടിവി സംഘടിപ്പിച്ചിട്ടുള്ള പ്രീപോൾ സർവേയുടെ റിസൾട്ട് ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ്. ഏതെല്ലാം MP-മാർ വാഴും, ഏതെല്ലാം MP-മാർ വീഴും, ഏതെല്ലാം പാർട്ടികൾ നിൽക്കും പോകും എന്നൊക്കെ ഈ സർവേയിലൂടെ നമുക്ക് വ്യക്തമാകും. വളരെ വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് സാമ്പിളുകൾ സ്വീകരിച്ചാണ് നമ്മൾ ഈ സർവേ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമേ തന്നെ പരിശോധിക്കാൻ പോകുന്നത് നീർക്കോലിക്കുണ്ട് മണ്ഡലമാണ്. നീർക്കോലിക്കുണ്ട് മണ്ഡലം. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നീർക്കോലിക്കുണ്ട് മണ്ഡലത്തിലെ നിലവിലെ MP മുള്ളുമുറിക്കൽ ബേബിയാണ്. അതെ, മുള്ളുമുരിക്കൽ ബേബിയാണ് അവിടുന്ന് MP ആയി പോയിട്ടുള്ളത്. നോക്കാം. അദ്ദേഹം എത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്? അദ്ദേഹം 50,000 ഭൂരിപക്ഷത്തിലാണ് അന്ന് വിജയിച്ചത്. 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബേബി വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓവറോൾ പെർഫോമൻസ് എന്താണ് നമുക്ക് നോക്കാം. എന്തായിരുന്നു എന്ന് നോക്കാം. അദ്ദേഹത്തെ മണ്ഡലത്തിൽ കണ്ടവരുടെ ശതമാനമാണ് കൊടുത്തിരിക്കുന്നത്. വെറും 60% പേർ, ക്ഷമിക്കണം 50% പേർ മാത്രമാണ് അദ്ദേഹത്തെ മണ്ഡലത്തിൽ കണ്ടവരായി പറയുന്നത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. ജയിച്ചു പോയിട്ട് പിന്നെ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്തിട്ടില്ലേ? അതെ, 50% പേർ മാത്രമാണ് അദ്ദേഹത്തെ മണ്ഡലത്തിൽ കണ്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നോക്കാം അടുത്തതായി കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ പാർലമെന്റിൽ കണ്ടവരുടെ ശതമാനമാണ്. അത് അതിലും മ്ലേച്ഛകരമായ ഒരു ശതമാനമാണ്. വളരെ കഷ്ടമാണ്. വളരെ 30%. വെറും 30% പേർ മാത്രമാണ് അദ്ദേഹത്തെ പാർലമെന്റിൽ കണ്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് പാർട്ടി ഓഫീസിൽ കണ്ടവരുടെ ശതമാനമാണ്. അത് ഒരുപക്ഷെ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. വെറും 30% പേര്, 30% പേർ മാത്രമാണ് അദ്ദേഹത്തെ പാർട്ടി ഓഫീസിൽ കണ്ടതായി പറയുന്നത്. ബേബി എന്ന് പറയുന്ന മനുഷ്യൻ വേറെ എവിടെ പോകുന്നു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. നമുക്ക് അടുത്തേക്ക് പോവാം. ജയിക്കില്ല, നമുക്ക് ആദ്യം ഉണ്ടാവില്ല. ബേബി എന്ന് പറയുന്ന MP-യുടെ ഓവറോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് 48%. അദ്ദേഹത്തെ നാട്ടിലാരും കണ്ടിട്ടില്ല, പാർലമെന്റിൽ കണ്ടിട്ടില്ല, പാർട്ടി ഓഫീസിൽ കണ്ടിട്ടില്ല. വിജയ ശതമാനം വെറും 10% മാത്രമാണ് അദ്ദേഹത്തിന്റെ വിജയ ശതമാനം എന്ന് പറയുന്നത്. അതിനർത്ഥം ഇനി ബേബി പൊട്ടും എന്നാണ്. തീർച്ചയായും. മറിമായം